നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കോവിഡ് കാലത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് PP കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്ന് CAG റിപ്പോർട്ട്. 10.23 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ഉണ്ടായെന്നും പൊതുവിപണിയേക്കാൾ 300% കൂടുതൽ പണം നൽകിയാണ് PP കിറ്റ് വാങ്ങിയതെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. കോവിഡ് കാലത്തെ PP കിറ്റ് ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന CAG കണ്ടെത്തലിന് പിന്നാലെ പ്രതികരിച്ച് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഈ വിഷയത്തിൽ നേരത്തെ മറുപടി പറഞ്ഞതാണെന്നും കിറ്റിന് ക്ഷാമമുണ്ടായിരുന്നപ്പോൾ കുറച്ച് കിറ്റുകൾ കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് കാല അഴിമതി സംബന്ധിച്ച് പ്രതിപക്ഷമുയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെയും അറിവോടെയാണ് അഴിമതി നടന്നത്. സർക്കാരല്ലിത് കൊള്ളക്കാരെന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. VC നിയമനത്തിൽ മാറ്റം നിർദ്ദേശിക്കുന്ന UGC കരട് മാർഗരേഖയ്ക്കെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേരള നിയമസഭ. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണച്ചു. സർവകലാശാലകളുടെ സ്വകാര്യവൽക്കരണത്തിനും വർഗീയ ആശയങ്ങളുടെ പ്രചരണത്തിനും വേണ്ടിയാണ് മാർഗരേഖയെന്നാണ് പ്രമേയത്തിലെ വിമർശനം. സർവകലാശാലകളിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയെപ്പോലും കാറ്റിൽ പറത്തിയാണ് മാർഗരേഖയെന്നും കുറ്റപ്പെടുത്തുന്നു. സർക്കാർ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷ എന്താണെന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് അനൂപ് ജോക്കബ് ചോദിച്ചു. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ പട്ടാപ്പകൽ പോലീസ് നോക്കി നിൽക്കെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ വിഷയം ഉന്നയിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷം. വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സ്ത്രീ സുരക്ഷയെന്നും കാല് തല്ലിയൊടിക്കെന്ന് പറയുന്നതാണോ സുരക്ഷയെന്നും അദ്ദേഹം ചോദിച്ചു. മൂവാറ്റുപുഴ DYSP അടക്കം നോക്കി നിൽക്കെയാണ് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതെന്നും ഹണി റോസ് കേസിൽ ശരവേഗത്തിൽ നടപടി സ്വീകരിച്ച പോലീസ് ഈ കേസിൽ മെല്ലെപ്പോക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭയിൽ പ്രകോപിതനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മറുപടി പറയുമ്പോൾ ഭരണപക്ഷം തടസ്സമുണ്ടാക്കിയതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. എന്ത് തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നതെന്നും എന്തും ചെയ്യാമെന്നാണോ എന്നും ചോദിച്ച് കയ്യിലെ പേപ്പർ വലിച്ചെറിഞ്ഞ് അദ്ദേഹം സീറ്റിലിരുന്നു. സ്പീക്കർ ബഹളത്തിന് കൂട്ടുനിൽക്കുന്നു എന്നും VD സതീശൻ ആരോപിച്ചു. KPCC അധ്യക്ഷ പദവി തനിക്ക് അലങ്കാരമല്ലെന്നും AICCക്ക് ആരെയും KPCC അധ്യക്ഷനാക്കാമെന്നും K സുധാകരൻ. മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ആഗ്രഹമില്ലെന്നും തൻ്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും എന്നാൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദീപാദാസ് മുൻഷി ഒറ്റയ്ക്ക് നേതാക്കന്മാരെ കാണുന്നത് നേതാക്കൾക്കിടയിൽ ഐക്യമില്ലാത്തതുകൊണ്ടല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ തിരിച്ചറിയാത്ത 32 പേരുടെ ലിസ്റ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചു. ദുരന്തത്തിൽ ഉൾപ്പെട്ട 231 മൃതദേഹങ്ങൾ 223 മൃതദേഹഭാഗങ്ങളും അടക്കം മൊത്തം 454 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളരിമല വില്ലേജ് ഓഫീസർ, മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി, മേപ്പാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. വയനാട് DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. NM വിജയൻ സുധാകരന് കത്തെഴുതിയത് കണക്കിലെടുത്താണ് സുധാകരൻ ചോദ്യം ചെയ്യുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും K സുധാകരൻ പറഞ്ഞു. നാളെ NM വിജയൻ്റെ വീട് സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മരാമൻ കൺവെൻഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒഴിവാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ക്ഷണിച്ചിരുന്നെങ്കിലും മാർത്തോമാ സഭയിലെ രാഷ്ട്രീയ ഭിന്നതയെ തുടർന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. എന്നാൽ ആരെയും ഔദ്യോഗികമായി ക്ഷണിച്ചില്ലെന്നും വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും സഭാ നേതൃത്വം അറിയിച്ചു. മരാമൻ കൺവെൻഷന്റെ ഭാഗമായുള്ള പ്രധാന പരിപാടിയായ യുവവേദിയിലേക്കാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നത്. ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളെ ഇടയുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായി നാട്ടാന പരിപാലന ചട്ടം ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളും ജനങ്ങളും തമ്മിൽ സുരക്ഷിത അകലമുണ്ടായിരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതുവരെ ജില്ലയിലെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകളും ജനങ്ങളും തമ്മിലുള്ള അകലം സംബന്ധിച്ച് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ താൽക്കാലിക തീരുമാനം നടപ്പാക്കും.
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമായ കവചം ഇന്ന് നിലവിൽ വരും. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള 91 സൈറണുകളാണ് അത്യാഹിത സാഹചര്യങ്ങളിലുള്ള മുന്നറിയിപ്പ് കവചമായി പ്രവർത്തിക്കുക. കേരള വാർണിംഗ് ക്രെസിറ്റ്സ് ആൻഡ് ഹസാസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. കൈക്കൂലിയും അഴിമതിയും മൂലം വാളയാർ ഉൾപ്പെടെയുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഗതാഗത വകുപ്പിന് നാണക്കേടെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു. ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥർ ചോദിക്കാതെ തന്നെ പണം നൽകുന്ന രീതിയുണ്ടെന്നും വെർച്വൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് പരിഗണനയിലാണെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു. വിതുരയ്ക്ക് സമീപം ആദിവാസിയായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. വിതുര പഞ്ചായത്തിലെ മണലി വാർഡിൽ കൊമ്പറാൻകല്ല് പെരുമ്പറാടി ആദിവാസി മേഖലയിൽ തടതരികടുത്ത് നിവാസിൽ ശിവാനന്ദൻ കാണി എന്ന 46 ആണ് ടാപ്പിങ്ങിന് പരിക്കേറ്റത്. ടാപ്പിങ്ങിന് തൊഴിലിന് പോയപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പദ്ധതിക്കായി 22,66,20,000 രൂപ അനുവദിച്ചതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പദ്ധതിയുടെ ഭാഗമായി ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയുമാണ് നൽകുന്നത്. ലൈഫ് ഭവന പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് തുക അനുവദിച്ചത്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സുരക്ഷിതമായ വീട് ഉറപ്പാക്കുന്ന ഭവന പദ്ധതിക്ക് ഇതുവരെ 5,684 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി 26 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ അറ്റ് ഹോം 2025 പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് 12 വിശിഷ്ടാതിഥികൾക്ക് ക്ഷണം ലഭിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കാണ് ഇക്കുറി രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ക്ഷണം ലഭിച്ചിട്ടുള്ളത്. നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ജയിലിലായ ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട രീതിയിൽ സഹായം ചെയ്ത സംഭവത്തിൽ 2 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മധ്യമേഖല ജയിൽ DIG P. അജയകുമാർ, എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് നടപടി. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകൾ 56 വയസ്സിനുള്ളിലുള്ളവരെയും ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരായി നിയമിക്കാവുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിലവിൽ സ്ഥിരം നിയമനത്തിന് അപേക്ഷിക്കാവുന്ന പ്രായം കഴിഞ്ഞാൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാറില്ല. മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകുന്നതിനെതിരെ വാട്ടർ അതോറിറ്റി. വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാനാകില്ലെന്ന് വാട്ടർ അതോറിറ്റി സർക്കാരിനെ അറിയിച്ചതായി പാലക്കാട് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EN സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.